വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. 18ാമത് പ്രവാസി ഭാരത് ദിവസ് കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ISROയുടെ സ്പൈഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്യുന്നത് വീണ്ടും മാറ്റി. തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ തൃശൂർ ജില്ലാ ടീമിനെ രാവിലെ കൊരട്ടിയിൽ സ്വീകരിക്കും. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് ഓവറോൾ കിരീടം. വാർത്തകൾ വിശദമായി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 50ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്ന വിഷയം അടിസ്ഥാനമാക്കി ഇന്നലെ ആരംഭിച്ച കൺവെൻഷൻ നാളെ സമാപിക്കും. കൺവെൻഷന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് ഭുവനേശ്വറിലെത്തും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് രാഷ്ട്രപതി പ്രവാസി ഭാരതീയ സമ്മാൻ വിതരണം ചെയ്യും. ISROയുടെ സ്പൈഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ടാർഗറ്റ് ചേസർ ഉപഗ്രഹങ്ങൾ ഇന്ന് രാവിലെ 8 മണിയോടെ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്യാനുള്ള ശ്രമം വീണ്ടും മാറ്റി. 2ാം തവണയാണ് ദൌത്യം മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ദൌത്യം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഉപഗ്രഹങ്ങൾ തമ്മിലെ അകലം 500 മീറ്ററിൽ നിന്ന് 225 മീറ്ററായി കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രിഫ്റ്റിംഗ് വേഗം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടിയതിനെ തുടർന്നാണ് ദൌത്യം മാറ്റിവെച്ചത്. ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്ന് ISRO അറിയിച്ചു. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായി മാറും. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. പരിക്കേറ്റ് 20 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിരുപ്പതി ടൌണിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. ഡെസ്ക് റിപ്പോർട്ട്. ഏകാദശി ദർശനത്തിന് തിരുപ്പതി ദേവസ്ഥാനം 1,20,000 ടോക്കണുകൾ നൽകുന്നതിന് 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 94 കൌണ്ടറുകൾ തയ്യാറാക്കിയിരുന്നു. രാമനായിഡു സ്കൂളിന് സമീപത്തെ ടോക്കൺ വിതരണ കൌണ്ടറിലാണ് തിക്കും തിരക്കുമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. അടുത്തവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് തന്റെ ചിന്തകളെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ അനുശോചിച്ചു. ഈ ദുഷ്കരമായ സമയത്ത് സാധ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ടെലി കോൺഫറൻസിംഗിലൂടെ സ്ഥിതിഗതി വിലയിരുത്തിയ മുഖ്യമന്ത്രി ഇന്ന് തിരുപ്പതി സന്ദർശിക്കും. വയനാട് പുൽപ്പള്ളി കൊല്ലുവയൽ കോളനിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് പാതിരി റിസർവ് വനത്തിൽ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ രാത്രികാല പരിശോധനയിലുണ്ടായിരുന്ന വനപാലകർ ഉടൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലിവയൽ കോളനിയിലെ ബന്ധുവീട്ടിലായിരുന്ന വിഷ്ണു ജോലി കഴിഞ്ഞ് റിസർവ് വനത്തിനുള്ളിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. 2 ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കൊച്ചിയിലെത്തും. വടുതല ചിന്മയ സ്കൂളിൽ സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും ഗസ്റ്റ് ഹൌസിൽ ഔദ്യോഗിക മാധ്യമങ്ങളുടെ അവലോകനത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടിയിൽ പങ്കെടുക്കുന്ന കേന്ദ്ര സഹമന്ത്രി രാത്രി വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൽ തങ്ങും. നാളെ കൊട്ടാരക്കര അവനീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും ഡോക്ടർ എൽ മുരുകൻ സംബന്ധിക്കും. നാളെ വൈകിട്ട് വഴുതക്കാട് കേന്ദ്ര ഗവൺമെന്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. KPCC ഭാരവാഹി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മിഷൻ 25ന്റെ പുരോഗതിയാണ് പ്രധാന ചർച്ച. പുനഃസംഘടനയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചയ്ക്ക് വരും. PV അൻവറിന്റെ UDF പ്രവേശനവും ചർച്ചയായേക്കും. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ബിസിനസുകാരനായ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ വൈകിട്ടോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇന്ന് രാവിലെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 21-നും 50-നും മധ്യേ.
കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദ പരിശോധനയും ഉണ്ടാകും. യോഗ്യത, അപേക്ഷാ ഫീ, അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് www.newsonair.gov.in ൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ്, ആകാശവാണി, ബീച്ച് റോഡ്, കോഴിക്കോട് 673032 എന്ന വിലാസത്തിൽ ജനുവരി 15 വൈകിട്ട് 6 മണിക്കകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495236626 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 ഉച്ചയ്ക്ക് 2 ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ തൃശൂർ ജില്ലാ ടീമിനെ ഇന്ന് രാവിലെ കൊരട്ടിയിൽ സ്വീകരിക്കും. തുടർന്ന് ചാലക്കുടി, പുതുക്കാട്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. മോഡൽ ഗേൾസ് സ്കൂൾ കേന്ദ്രീകരിച്ച് ഘോഷയാത്രയായി തൃശൂർ ടൌൺഹാളിലേക്ക് ആനയിക്കും. സ്വീകരണ സമ്മേളനത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും മറ്റും പങ്കെടുക്കും. ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും വിജയദിനമായി ആചരിക്കണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായതിൽ ഏറ്റവും സന്തോഷമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. വേദികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ രൂപീകരിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാസംഘമായ അനന്യം പരിശീലന ക്യാമ്പ് ഇന്ന് ആരംഭിക്കും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വട്ടിയൂർക്കാവിൽ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ് 20 ദിവസത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും തത്സമയ ബുക്കിംഗ് 5,000-ആയും നിജപ്പെടുത്തും. തിങ്കളാഴ്ച 50,000-ആയും മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച 40,000-ആയും മകരവിളക്ക് കഴിഞ്ഞ അടുത്ത ദിവസം 60,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് മാറ്റും. ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങുന്നവരും ബുക്കിംഗിന് നിൽക്കുന്നവരും ചേർന്ന് തിരക്ക് ഒഴിവാക്കാനാണ് ഈ ക്രമീകരണമെന്നും അദ്ദേഹം പറഞ്ഞു. 15 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 5 വരെ സ്ലോട്ടുകളിൽ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർ വൈകിട്ട് 6 ശേഷം എത്തണം. തത്സമയ ബുക്കിംഗ് 15 മുതൽ രാവിലെ 11 ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ സമാപിച്ച 68ാമത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് ഓവറോൾ കിരീടം. 138 പോയിന്റോടെയാണ് കേരളം ഓവറോൾ ചാമ്പ്യന്മാരായത്. 123 പോയിന്റ് നേടിയ മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത്. അവസാന ദിവസമായ ഇന്നലെ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 4 മെഡൽ കേരളം സ്വന്തമാക്കി. 4x400 മീറ്റർ റിലേയിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കേരളം സ്വർണം നേടി. ക്വാലാലംപൂരിൽ മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ മലയാളി താരം HS പ്രണോയിയും മാളവിക ബൻസോദും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ചൊവ്വാഴ്ച സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ചോർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച മത്സരം ഇന്നലെ പുനരാരംഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. വനിതാ സിംഗിൾസിൽ മാളവിക ബെൻസോദ് മലേഷ്യൻ താരത്തെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലെത്തി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില ടനീഷ ക്രാസ്റ്റോവ് സഖ്യവും ദക്ഷിണ കൊറിയ സഖ്യത്തെ അനായാസം മറികടന്ന് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സതീഷ് കുമാർ കരുണാകരൻ ആദ്യ വരിയത്ത് സഖ്യം അക്ഷിത് സൂര്യ അമൃത് പ്രമുദേശ് സഖ്യത്തെ മറികടന്ന് അവസാന 16 ഇടം പിടിച്ചു. അതേസമയം ഇന്ത്യയുടെ ലക്ഷ്യാസെൻ ചൈനീസ് തായ്പേയുടെ യൂജൻ ചിയോട് തോൽവി ഏറ്റുവാങ്ങി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് 2ാം ജയം. പഞ്ചാബിലെ മഹിപ്പൂരിൽ എവേ പോരാട്ടത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഡൽഹി FCയെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഗോവ FC ഹൈദരാബാദ് FC മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈയിലാണ് മത്സരം. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 74ാമത് ദേശീയ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പുരുഷ ടീമിന് ജയം. കേരളം 63-52 സർവീസസിനെ കീഴടക്കി ആദ്യ ജയം സ്വന്തമാക്കി. അവസാന ലീഗ് റൌണ്ടിൽ ഡൽഹിയാണ് കേരളത്തിന്റെ എതിരാളികൾ. തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 14 വയസ്സിന് താഴെ ആൺകുട്ടികളുടെ അന്തർജില്ലാ ഏകദിന ടൂർണമെന്റിൽ കണ്ണൂർ 3 വിക്കറ്റിന് വയനാടിനെ പരാജയപ്പെടുത്തി. ഇന്ന് കോഴിക്കോട് വയനാടിനെ നേരിടും. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണ് 2 യുവതികൾക്ക് പരിക്കേറ്റു. ഇരുവരെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു ഫാമിലെ താമസക്കാരായ 5-അംഗ സംഘം. വനപാലകരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ഇവരെ കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. കണ്ണൂർ കണ്ണവം വനത്തിനകത്ത് വിറക് ശേഖരിക്കാനായി പോയി കാണാതായ സിന്ധുവിനായി തിരച്ചിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ISROയുടെ സ്പൈഡക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്യുന്നത് വീണ്ടും മാറ്റി. തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ തൃശൂർ ജില്ലാ ടീമിനെ രാവിലെ കൊരട്ടിയിൽ സ്വീകരിക്കും. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് ഓവറോൾ കിരീടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന